അടുത്ത ദിവസം വാൾട്ടിന്റെ നിർദ്ദേശപ്രകാരം സ്കിന്നി പീറ്റിനെ കാണുന്ന ജെസ്സി അവനെ കൊള്ളയടിച്ച ആ സ്ത്രീയുടെയും ഭർത്താവിന്റെയും കൂടുതൽ വിവരങ്ങളും മേൽവിലാസവും അന്വേഷിച്ചു. അവരുടെ മേൽവിലാസം ജെസ്സിക്ക് കൈമാറുന്ന സ്കിന്നി സ്പൂജ് എന്നാണ് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേരെന്നും അവനോട് പറഞ്ഞു. മേൽവിലാസം എഴുതിയതിൽ അക്ഷരത്തെറ്റുകൾ കാണിച്ച് സ്കിന്നിയെ പരിഹസിക്കുന്ന ജെസ്സിയോട് താൻ തെരുവിൽ മയക്കുമരുന്ന് വിൽക്കുന്നവനാണെന്നും തൽക്കാലം സ്പെല്ലിങ്ങും ഗ്രാമറും പഠിക്കാൻ സമയമില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. സ്കിന്നി നൽകിയ മേൽവിലാസം ഉപയോഗിച്ച് ജെസ്സി സ്പൂജിന്റെ വീട് കണ്ടുപിടിച്ചു. അവിടെ താൻ നേരിടാൻ പോകുന്നത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത രണ്ടു മയക്കുമരുന്ന് അടിമകളെയാണെന്ന് അറിയാമായിരുന്ന ജെസ്സിക്ക് ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിക്കാനായി അല്പം മെത്തടിച്ച ശേഷം തന്റെ തോക്കുമായി പുറത്തിറങ്ങിയ അവൻ പൊളിഞ്ഞു വീഴാറായ ആ വീടിന്റെ വാതിലിൽ മുട്ടി. അവർ വാതിൽ തുറക്കുമ്പോൾ തോക്കുമായി അവരെ ആക്രമിച്ച് തന്റെ നഷ്ടപ്പെട്ട സാധനവും പണവും തിരികെ നൽകാൻ അവരോട് ആവശ്യപ്പെടാൻ പുറത്തുവെച്ച് അവനൊരു റിഹേഴ്സൽ നടത്തി. എന്നാൽ കുറെ നേരമായിട്ടും ആരും വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജനൽ പൊളിച്ച് അവൻ അകത്ത് കയറി. അകത്ത് കയറിയ ജെസ്സി ആ വീടിന്റെ ഉൾഭാഗം കണ്ട് ഞെട്ടിപ്പോയി. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും നിലത്തും മറ്റുമായി വാരി വലിച്ചിട്ടിരിക്കുന്ന വൃത്തിഹീനമായ ഒരു ചവറ്റുകൊട്ടയായിരുന്നു ആ വീട്. വീടിനകത്ത് സ്പൂജിനെയും ഭാര്യയെയും അവൻ അന്വേഷിച്ചെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ പുറത്തു പോയതായിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്ന ജെസ്സി അവർ വരുന്നതുവരെ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് വീടിന്റെ ഒരു മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് തന്റെ തോക്കുമായി ഒരു ഏറ്റുമുട്ടലിന് ജെസ്സി തയ്യാറെടുത്തെങ്കിലും അത് ഉറക്കമുണർന്നു വന്ന സ്പൂജിന്റെ 5 വയസ്സുള്ള മകനായിരുന്നു. ജെസ്സിയെ അവൻ കാണുന്നുണ്ടെങ്കിലും അവനോട് ഒന്നും പറയാതെ ആ കുട്ടി നേരെ പോയി TV ഓൺ ചെയ്ത് ജെസ്സിയുടെ അടുത്ത് വന്നിരുന്ന് TV കാണാൻ തുടങ്ങി. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ജെസ്സി അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ TV കണ്ടുകൊണ്ടിരുന്നു. അവനിൽ നിന്ന് സ്പൂജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കാൻ അവനോട് സൗഹൃദം സ്ഥാപിക്കുന്ന ജെസ്സി തന്റെ പേര് ഡീസൽ എന്നാണെന്നും അച്ഛനും അമ്മയും എപ്പോഴാണ് തിരികെ വരിക എന്നും അവനോട് ചോദിച്ചു. എന്നാൽ എല്ലാത്തിനും മറുപടിയായി എനിക്ക് വിശക്കുന്നുണ്ടെന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. എപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുന്ന ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹം ജെസ്സിയെ വല്ലാതെ വിഷമിപ്പിച്ചു. പുറത്തുപോയി ബ്രെഡും ചീസും വാങ്ങി വന്ന ജെസ്സി അവന് സാൻഡ്വിച്ച് ഉണ്ടാക്കി നൽകി. ശേഷം ജെസ്സി അവനെ സന്തോഷിപ്പിക്കാനായി കുറച്ചുനേരം അവനോടൊപ്പം കളിച്ചു. പെട്ടെന്ന് പുറത്തുനിന്നും സ്പൂജും ഭാര്യയും വരുന്ന ശബ്ദം കേൾക്കുന്ന ജെസ്സി ആ കുഞ്ഞിനെ അകത്തുള്ള മുറിയിലേക്ക് മാറ്റി. എന്ത് ശബ്ദം കേട്ടാലും അവനോട് പുറത്തേക്കിറങ്ങരുതെന്ന് പറഞ്ഞ ശേഷം ജെസ്സി വീടിന്റെ വാതിലിന് പിന്നിൽ തോക്കുമായി ഒളിച്ചു നിന്നു. സ്പൂജും ഭാര്യയും അകത്തു കയറിയതും ജെസ്സി പിറകിൽ നിന്നും സ്പൂജിനെ ഇടിച്ചു വീഴ്ത്തി. ഭയന്ന് നിലവിളിച്ച അവരോട് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പറയുന്ന ജെസ്സി നിങ്ങൾ കഴിഞ്ഞ ദിവസം മോഷ്ടിച്ച പണവും മെത്തും തന്റേതാണെന്നും അത് മുഴുവനായും തിരിച്ചു തരാനും ആവശ്യപ്പെട്ടു. എന്നാൽ ജെസ്സി തന്റെ തലക്കടിച്ചത് കാരണം തലച്ചോറിന് ക്ഷതം സംഭവിച്ചോ എന്ന് സംശയമുള്ളതിനാൽ ആശുപത്രിയിൽ പോകണമെന്നും അതിനുശേഷം സംസാരിക്കാമെന്നും സ്പൂജ് ജെസ്സിയോട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അവരുടെ നാടകമാണെന്ന് അറിയാമായിരുന്ന ജെസ്സി അവരുടെ പോക്കറ്റും ഷൂസും അടക്കം എല്ലാം വ്യക്തമായി പരിശോധിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നും മോഷ്ടിച്ച മയക്കുമരുന്ന് മുഴുവൻ തങ്ങൾ ഉപയോഗിച്ചു തീർന്നുവെന്നും സ്പൂജ് ജെസ്സിയോട് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം കൊണ്ട് അത്രയും മെത്ത് അവർക്ക് അടിച്ചു തീർക്കാൻ കഴിയില്ലെന്നറിയാമായിരുന്ന ജെസ്സി വീണ്ടും തോക്ക് ചൂണ്ടിയപ്പോൾ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറച്ചു മെത്തും ഹെറോയിനും അവർ രണ്ടുപേരും പുറത്തെടുത്ത് ജെസ്സിക്ക് മുന്നിൽ വെച്ചു. പക്ഷേ സ്കിന്നിയുടെ കയ്യിൽ നിന്നും അവർ മോഷ്ടിച്ച അളവിന്റെ 1/4 ഭാഗം പോലും അതില്ലായിരുന്നു. അതിലുണ്ടായിരുന്ന ബാക്കി മെത്തും സ്കിന്നിയുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച പണവും തിരികെ നൽകിയില്ലെങ്കിൽ ഇനി ഒരിക്കലും അവർക്ക് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് താൻ അവരെ കൊണ്ടെത്തിക്കുമെന്ന് ജെസ്സി ഭീഷണിപ്പെടുത്തി. അതോടെ സ്പൂജ് ജെസ്സിയോട് ഒരു കാര്യം പറഞ്ഞു. ജെസ്സിയുടെ പണം മുഴുവനായും തങ്ങളുടെ കയ്യിലുണ്ടെന്നും വീടിന്റെ പുറകിലേക്ക് വന്നാൽ എടുത്തു തരാമെന്നും പറഞ്ഞു. അവനോടൊപ്പം വീടിന്റെ പുറകിൽ പോയി നോക്കുന്ന ജെസ്സി കാണുന്നത് ഒരു ATM മെഷീൻ മുഴുവനായും എവിടെ നിന്നോ മോഷ്ടിച്ചു കൊണ്ടുവന്ന് മൂടി വെച്ചിരിക്കുന്നതാണ്. താനും തന്റെ ഭാര്യയും ചേർന്ന് മോഷ്ടിച്ചതാണതെന്ന് പറയുന്ന സ്പൂജ് ജെസ്സിയോട് ആ മെഷീൻ പൊളിച്ച് പണമെടുക്കാൻ സഹായിച്ചാൽ അവന്റെ പണം മുഴുവൻ പലിശ അടക്കം തിരികെ നൽകാമെന്ന് പറഞ്ഞു. ജെസ്സിക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ ATM ആയിരുന്നു അത്. വലിയ നെറ്റ്വർക്കുള്ള ബാങ്ക് ആയതിനാൽ അന്വേഷണം വരുമെന്നും മറ്റും ജെസ്സി പറഞ്ഞപ്പോൾ ഇത് വളരെ രഹസ്യമായി ആരും അറിയാതെ ഞങ്ങൾ മോഷ്ടിച്ചതാണെന്നും ഇതിന്റെ പേരിൽ ആളപായമോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ലെന്നും സ്പൂജ് ജെസ്സിയോട് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ നഗരത്തിലെ ഒരു ചെറിയ കടയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന നിരപരാധിയായ കടക്കാരനെ കൊലപ്പെടുത്തിയ ശേഷമാണ് അവർ ആ ATM മെഷീൻ അവിടെ നിന്നും മോഷ്ടിച്ചത്. ആളപായമില്ല, തെളിവുകളില്ല എന്നൊക്കെ ജെസ്സിയോട് സ്പൂജ് കള്ളം പറഞ്ഞതായിരുന്നു. ഒരുവിധം ജെസ്സിയും സ്പൂജും ചേർന്ന് ആ മെഷീൻ പൊളിച്ച് പണമെടുക്കാനായി വീടിന്റെ ഉള്ളിലെത്തിച്ചു. ഒരു വലിയ ചുറ്റിക ഉപയോഗിച്ച് മെഷീൻ എളുപ്പത്തിൽ പൊളിക്കാമെന്ന് സ്പൂജ് പറയുന്നത് കേൾക്കുന്ന അവന്റെ ഭാര്യ ഇത്തരത്തിൽ 6 മെഷീനുകൾ ഇയാൾ മുൻപ് മോഷ്ടിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ അതിൽ ഒരു മെഷീൻ പോലും തുറക്കാൻ അവന് കഴിഞ്ഞിട്ടില്ലെന്നും പരിഹാസത്തോടെ ജെസ്സിയോട് പറഞ്ഞു. ഇത് കേട്ട്
ദേഷ്യം വരുന്ന സ്പൂജ് അവളോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുകയും അവളെ വൃത്തികെട്ടവൾ, വേശ്യ എന്നൊക്കെ അർത്ഥമുള്ള സ്കാങ്ക് എന്ന് വിളിക്കുകയും ചെയ്തു. സ്കാങ്ക് എന്ന് അവളെ വിളിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ അവൾ സ്പൂജുമായി വഴക്കിട്ടപ്പോൾ ജെസ്സി രണ്ടുപേരെയും പിടിച്ചുമാറ്റി. ശേഷം സ്പൂജ് മെഷീൻ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കാത്തതിന്റെ പേരിലും അവന് സമയത്തിന് ഭക്ഷണം നൽകാത്തതിന്റെ പേരിലും ജെസ്സി അവളെ വഴക്കു പറഞ്ഞു. എനിക്കിപ്പോൾ അടിക്കാൻ കുറച്ച് മെത്ത് തന്നാൽ നീ പറയുന്നത് പോലെ ഒരു നല്ല അമ്മയാകാൻ ഞാൻ തയ്യാറാണെന്നായിരുന്നു അവളുടെ മറുപടി. ഇത് കേൾക്കുന്ന ജെസ്സിക്ക് ആ കുട്ടി എത്ര വലിയ അപകടത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായി. കാര്യങ്ങളൊന്നും തന്റെ വഴിക്ക് വരുന്നില്ലെന്ന് കണ്ട ജെസ്സി സ്പൂജിന്റെ കയ്യിൽ നിന്നും ആ ചുറ്റിക വാങ്ങി അത് പൊളിക്കാൻ ശ്രമിച്ചു. കുറെ നേരം അവൻ ശ്രമിച്ചെങ്കിലും കട്ടിയുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ആ മെഷീൻ പൊളിക്കാൻ അവന് കഴിഞ്ഞില്ല. ശേഷം കുറച്ചു നേരം വിശ്രമിക്കുന്ന ജെസ്സിയുടെ അടുത്തേക്ക് സ്പൂജിന്റെ മകൻ വന്നു. നേരത്തെ കളിച്ചതുപോലെ കളിക്കാൻ അവൻ ജെസ്സിയോട് ആവശ്യപ്പെട്ടു. ജെസ്സി അവനോടൊപ്പം കളിക്കുന്ന സമയം പിന്നിൽ നിന്നും ഒരു കുപ്പിയുമായി വന്ന സ്പൂജിന്റെ ഭാര്യ ജെസ്സിയെ അടിച്ചു വീഴ്ത്തി. ബോധം കെട്ട് വീണ ജെസ്സിയുടെ കയ്യിൽ നിന്നും അവന്റെ തോക്കും അവരുടെ കയ്യിൽ നിന്നും നേരത്തെ അവൻ പിടിച്ചെടുത്ത മയക്കുമരുന്നും അവർ കൈക്കലാക്കി. അതേസമയം വാൾട്ടിന്റെ വീട്ടിൽ സ്കൈലറിന് ഒരു കോൾ വന്നു. വാൾട്ടിന്റെ സുഹൃത്തും പഴയ കാമുകിയുമായ ഗ്രച്ചൻ ആയിരുന്നു അത്. സ്കൈലറിന്റെയും വാൾട്ടിന്റെയും സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിരുന്നു അവൾ വിളിച്ചത്. വാൾട്ടിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ടെന്നും ഇന്നു മുതൽ സ്കൂളിൽ റീജോയിൻ ചെയ്തുവെന്നും അവളോട് പറയുന്ന സ്കൈലർ വാൾട്ടിന്റെ ചികിത്സയ്ക്കും മറ്റും അവർ പണം തന്ന് സഹായിക്കുന്നതിന് അവളോട് പ്രത്യേകം നന്ദി പറഞ്ഞു. എന്നാൽ ഇത് കേൾക്കുന്ന ഗ്രച്ചന് ഒന്നും മനസ്സിലായില്ല. കാരണം അവർ നൽകാമെന്നേറ്റ പണം വേണ്ടെന്ന് വാൾട്ട് അവരോട് നേരിട്ട് പറഞ്ഞിരുന്നു. വാൾട്ട് വീട്ടുകാരിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗ്രച്ചൻ സ്കൈലറിനോട് വാൾട്ട് അവരോട് സംസാരിച്ച കാര്യം ഒന്നും പറഞ്ഞില്ല. പകരം നമുക്ക് നേരിട്ട് കാണാമെന്ന് മാത്രം പറഞ്ഞു. അതേസമയം ഏറെ നാളുകൾക്ക് ശേഷം സ്കൂളിൽ റീജോയിൻ ചെയ്ത വാൾട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. കാർബൺ എന്ന മൂലകമായിരുന്നു അന്നത്തെ പഠന വിഷയം. കെമിസ്ട്രിയിൽ ഒട്ടുമിക്ക മൂലകങ്ങളുടെയും അടിസ്ഥാനം കാർബൺ ആണെന്ന് പറയുന്ന വാൾട്ട് പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരുന്നതുമായ എല്ലാത്തിലും കാർബൺ അടങ്ങിയിട്ടുണ്ടെന്നും കാർബണിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചാൽ കെമിസ്ട്രി കുറച്ചുകൂടി എളുപ്പമാകുമെന്നും അവരോട് പറഞ്ഞു. ശേഷം കാർബണിന്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുന്ന വാൾട്ട് കാർബണിൽ നിന്നും ഡയമണ്ട് കണ്ടുപിടിച്ച ട്രേസി ഹാൾ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് സംസാരിച്ചു. 1950-ൽ ആദ്യമായി സിന്തറ്റിക് ഡയമണ്ട് കണ്ടുപിടിച്ചത് അദ്ദേഹമാണെന്നും ഇന്ന് ഓയിൽ ഡ്രില്ലിംഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങി കോടിക്കണക്കിന് ഡോളറിന്റെ വ്യവസായത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും വാൾട്ട് പറഞ്ഞു. എന്നാൽ അന്ന് ട്രേസി ഹാൾ ജോലി ചെയ്തിരുന്ന ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനി അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെ കോടിക്കണക്കിന് പണം സമ്പാദിച്ചെങ്കിലും കമ്പനി അതിന് പകരമായി അദ്ദേഹത്തിന് നൽകിയത് വെറും $10 സേവിങ്സ് ബോണ്ട് മാത്രമായിരുന്നു എന്ന് പറയുന്ന വാൾട്ട് യഥാർത്ഥത്തിൽ ഗ്രച്ചനും ഏലിയറ്റും തന്റെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ച് ഒരു കമ്പനി ഉണ്ടാക്കുകയും അതിൽ നിന്നും കോടികൾ സമ്പാദിക്കുകയും ചെയ്തതിന്റെ അമർഷവും വേദനയും ആ ക്ലാസ്സിൽ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയായിരുന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് മകനും വാൾട്ടും വീട്ടിലെത്തിയപ്പോൾ പുറത്ത് ഗ്രച്ചന്റെ വില കൂടിയ ലക്ഷറി കാർ കണ്ട് മകൻ അമ്പരന്നു. വീട്ടിൽ കയറിയ വാൾട്ട് ഗ്രച്ചനെ കണ്ട് ഞെട്ടി. താൻ അവരെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞ കള്ളങ്ങൾ വല്ലതും പൊളിഞ്ഞിട്ടുണ്ടാകുമോ എന്ന സംശയവും ഭയവും വാൾട്ടിന്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മറച്ചുവെച്ച് വാൾട്ട് ഗ്രച്ചനുമായി സംസാരിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അവിടെ വെച്ച് സ്കൈലറും മകനും ചെയ്ത സാമ്പത്തിക സഹായങ്ങൾക്ക് ഗ്രച്ചനോട് വീണ്ടും നന്ദി പറയുകയും ഞങ്ങൾ അതെല്ലാം കഴിയുന്നതും വേഗം മടക്കി നൽകാമെന്നും പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്ന ഗ്രച്ചൻ തനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പിന്നീട് വരാമെന്നും പറഞ്ഞു പോകാനൊരുങ്ങി. താൻ വരുന്നതിനു മുൻപ് ഗ്രച്ചൻ തന്റെ കള്ളങ്ങൾ എന്തെങ്കിലും സ്കൈലറിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഗ്രച്ചനെ യാത്രയയക്കാൻ എന്ന മട്ടിൽ അവളുടെ പിന്നാലെ പോകുന്ന വാൾട്ട് കാറിനടുത്തെത്തിയപ്പോൾ സ്വന്തം വീട്ടിൽ അവരെയും ചേർത്ത് വാൾട്ട് പറഞ്ഞ കള്ളങ്ങൾ മനസ്സിലാക്കിയ ഗ്രച്ചന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതുവരെ ഇതൊന്നും ആരും അറിയരുതെന്നും വാൾട്ട് അവളോട് അപേക്ഷിച്ചു. എന്നാൽ അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അവിടെ നിന്നും പോയി. അന്ന് വൈകുന്നേരം തന്നെ വാൾട്ട് ഗ്രച്ചനെ പുറത്തുവെച്ച് കണ്ട് സംസാരിച്ചു. ആദ്യം തന്നെ വാൾട്ട് തന്റെ ജീവിതത്തിലെ ഈ മോശം അവസ്ഥയിലേക്ക് ഗ്രച്ചനെയും ഏലിയറ്റിനെയും വലിച്ചിഴച്ചതിന് അവളോട് മാപ്പ് ചോദിച്ചു. ഞങ്ങൾ നൽകുന്ന പണം വാങ്ങാൻ നിനക്ക് താല്പര്യമില്ല, ഇൻഷുറൻസുമില്ല, പിന്നെ എങ്ങനെയാണ് ചികിത്സയ്ക്കുള്ള ഭീമമായ തുക നീ കണ്ടെത്തുന്നതെന്ന് അവൾ വാൾട്ടിനോട് ചോദിച്ചു. ഒരുപാട് കടപ്പാടുള്ള ഒരു സുഹൃത്തിനെ അയാളുടെ മോശം അവസ്ഥയിൽ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു ഗ്രച്ചന്റെ ഉദ്ദേശം. എന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും അതിൽ നിങ്ങളുടെ പേരുപയോഗിച്ചതിൽ താൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞുവെന്നുമായിരുന്നു വാൾട്ടിന്റെ മറുപടി. ഞാനും ഏലിയറ്റും യാതൊരു നിബന്ധനകളുമില്ലാതെ നിന്റെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ അതിന് തയ്യാറാണ്. എന്നാൽ നിന്റെ ദുരഭിമാനത്തിന്റെ പേരിൽ നീ അത് നിരസിച്ചു. എന്നിട്ട് ഭാര്യയോട് ഞങ്ങൾ പണം നൽകുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞു. ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നിന്റെ കള്ളത്തരങ്ങളിലേക്ക് ഞങ്ങളെയും കൂട്ടുപിടിച്ചു. എന്നിട്ടിപ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്ന് അവൾ വാൾട്ടിനോട് വീണ്ടും ചോദിച്ചു. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമയമാകുമ്പോൾ താൻ തന്നെ പരിഹരിച്ചു കൊള്ളാമെന്നും അതിന്റെ വിശദീകരണം ഗ്രച്ചന് നൽകാൻ താൻ ബാധ്യസ്ഥനല്ലെന്നും ചെയ്ത തെറ്റിന് താൻ മാപ്പ് ചോദിച്ചു കഴിഞ്ഞുവെന്നും വാൾട്ട് അല്പം അഹങ്കാരത്തോടെ അവളോട് പറഞ്ഞു. തനിക്ക് പരിചയം
പരിചയമുള്ള സൗമ്യനായ വാൾട്ടിനെ അല്ല ഗ്രച്ചൻ അവിടെ കണ്ടത്. സ്വഭാവത്തിലും രൂപത്തിലും ഭാവത്തിലും മറ്റൊരാളായി മാറിയ അവനോട് നിനക്കെന്തു പറ്റി വാൾട്ട്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അവൾ ചോദിച്ചു. അതോടെ ഉള്ളിലടക്കി വെച്ചിരുന്ന മുഴുവൻ ദേഷ്യവും വാൾട്ട് അവളോട് കാണിച്ചു. എന്റെ റിസർച്ചും കഠിനാധ്വാനവും ഉപയോഗിച്ച് എന്നെ ഒഴിവാക്കി കോടികൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ കാരുണ്യത്തിനായി ഞാൻ യാചിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടെന്ന് അവൻ മറുപടി പറഞ്ഞു. എന്നാൽ വാൾട്ട് പറഞ്ഞ പോലെ ആയിരുന്നില്ല കാര്യങ്ങളെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. താനൊരു പണക്കാരന്റെ മകളായതിനാൽ ഒരു പാവപ്പെട്ടവനായ നിന്നെ അവർ അംഗീകരിക്കില്ലെന്ന നിന്റെ ഈഗോയും ദുരഭിമാനവും കാരണം നീ തന്നെയാണ് എന്നെ വിട്ടുപോയതെന്നും നീ എപ്പോഴും നിരപരാധിയെ പോലെ അഭിനയിക്കാൻ മിടുക്കനാണെന്നും അവൾ അവനോട് പറഞ്ഞു. എന്റെ അധ്വാനം ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ കോടികൾ ന്യായീകരിക്കാനാണോ ഈ കള്ളങ്ങൾ പറയുന്നതെന്നായിരുന്നു വാൾട്ടിന്റെ ചോദ്യം. എന്നെയും ഏലിയറ്റിനെയും വിട്ടുപോയത് നീയാണെന്ന സത്യം നമുക്ക് 3 പേർക്കും അറിയാമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിനക്കുണ്ടായ ഈ മാറ്റത്തെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ടെന്നും ഗ്രച്ചന്റെ സഹതാപം നിറഞ്ഞ വാക്കുകൾ കേട്ട വാൾട്ടിന് അവളോട് കടുത്ത ദേഷ്യമാണ് തോന്നുന്നത്. തനിക്ക് ആരുടെയും സഹതാപം വേണ്ടെന്ന രീതിയിൽ വാൾട്ട് അവളോട് അസഭ്യം പറഞ്ഞു. അത് വിശ്വസിക്കാനാവാതെ ഗ്രച്ചൻ അവിടെ നിന്നും പോയി. തിരികെ വീട്ടിലെത്തിയ വാൾട്ടിനെ കാത്ത് ഒരു വാർത്തയുമായി സ്കൈലർ നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു മുൻപ് ഗ്രച്ചൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും ഇനി മുതൽ വാൾട്ടിന്റെ ചികിത്സാ സഹായത്തിലേക്ക് പണം നൽകാൻ കഴിയില്ലെന്നും അവൾ പറഞ്ഞതായി സ്കൈലർ വാൾട്ടിനോട് പറഞ്ഞു. അവൾ അതിന്റെ കാരണം വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്ന വാൾട്ടിന് നേരത്തെ ഗ്രച്ചനുമായി നടന്ന കൂടിക്കാഴ്ചയുടെ ബാക്കി പത്രമാണ് ആ കോൾ എന്നറിയാമായിരുന്നെങ്കിലും തന്റെ കള്ളങ്ങൾ വല്ലതും പൊളിഞ്ഞോ എന്നുകൂടി അറിയണമായിരുന്നു. എന്നാൽ അവൾ അത് മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ വാൾട്ടിന് സമാധാനമായി. പക്ഷേ രാവിലെ വന്നപ്പോൾ വളരെ സൗമ്യമായി കാര്യങ്ങൾ സംസാരിക്കുകയും തുടർന്നുള്ള ചികിത്സയ്ക്കും സഹായം നൽകാമെന്ന് ഉറപ്പു തരികയും ചെയ്ത അവൾക്ക് പെട്ടെന്ന് ഈ മനംമാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന സംശയം വാൾട്ടിനോട് ചോദിക്കുന്ന സ്കൈലർ നിങ്ങൾ അവളെ കണ്ടിരുന്നോ എന്ന് കൂടി ചോദിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ വാൾട്ട് അവളോട് ഗ്രച്ചനെ കണ്ട് സംസാരിച്ച കാര്യം പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് പകരം വാൾട്ട് ഒരു കള്ളക്കഥയായിരുന്നു അവിടെ പറഞ്ഞത്. ഗ്രച്ചന്റെയും ഏലിയറ്റിന്റെയും കമ്പനി നിലവിൽ നഷ്ടത്തിലാണെന്നും അവർക്ക് പണത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്റെ ചികിത്സയ്ക്കുള്ള ഭീമമായ തുക തൽക്കാലം തരാൻ കഴിയില്ലെന്നും അവർ തന്നോട് പറഞ്ഞെന്ന് പറയുന്ന വാൾട്ട് അത് നിന്നോട് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് തന്നോട് പറഞ്ഞതെന്നും പറഞ്ഞു. താൻ പറഞ്ഞ കഥ സ്കൈലർ വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കിയ വാൾട്ട് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ശരിയാക്കാമെന്നും അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്നും അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാൽ ഇത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും അവൾ ഇപ്പോഴും ലക്ഷങ്ങൾ വിലയുള്ള കാറിലാണല്ലോ യാത്ര ചെയ്യുന്നതെന്ന ഒരു സംശയം കൂടി സ്കൈലർ പങ്കുവച്ചെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പുറമെ ആളുകളെ കാണിക്കാൻ ചിലർ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന വാൾട്ട് സമർത്ഥമായി അവളെ ആ വിഷയത്തിൽ നിന്നും മാറ്റി. അതേസമയം സ്പൂജിന്റെ വീട്ടിൽ തലക്കേറ്റ അടിയിൽ ബോധം പോയ ജെസ്സി ഉണരുമ്പോൾ കാണുന്നത് തന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ തോക്കുമായി സ്പൂജിന്റെ ഭാര്യ അവന് നേരെ നിൽക്കുന്നതാണ്. താൻ അവിടെ നിന്നും എണീറ്റാൽ അവർ തന്നെ കൊല്ലുമെന്നുറപ്പായിരുന്ന ജെസ്സി ബോധം നഷ്ടപ്പെട്ട പോലെ അവിടെ തന്നെ കിടന്ന് അവരുടെ പദ്ധതികൾ എന്താണെന്ന് വീക്ഷിച്ചു. അവർ രണ്ടുപേരും ആ ATM മെഷീൻ പൊളിച്ച് പണമെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇത്തരം മെഷീനുകൾ നിർമ്മിക്കുമ്പോൾ അത് പൊളിക്കാനായി ദുർബലമായ ഒരു ഭാഗം കൊടുക്കാറുണ്ടെന്നും അത് എപ്പോഴും അതിന്റെ അടിയിലായിരിക്കുമെന്നും പറയുന്ന സ്പൂജ് ഒരു കസേരയുടെ മുകളിൽ മെഷീൻ ചാരി വെച്ച് അതിനടിയിൽ കിടന്ന് ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് അത് തുറക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ തന്നെ സഹായിക്കാൻ അവൻ ഭാര്യയോട് പറയുന്നുണ്ടെങ്കിലും തനിക്ക് കുറച്ചുകൂടി മയക്കുമരുന്ന് തരാനും അങ്ങനെയെങ്കിൽ താൻ സഹായിക്കാമെന്നും അവൾ പറഞ്ഞു. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന മയക്കുമരുന്ന് അവൾ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞതുകൊണ്ട് തന്റെ കയ്യിലുള്ളത് നൽകാൻ കഴിയില്ലെന്ന് സ്പൂജ് തീർത്തു പറഞ്ഞു. മാത്രമല്ല അവളെ അവൻ വീണ്ടും സ്കാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. അതോടെ ഭാവം മാറുന്ന അവൾ തന്നെ സ്കാങ്ക് എന്ന് വിളിക്കരുതെന്നും അതിന് തന്നോട് മാപ്പ് പറയണമെന്നും അവനോട് ആവശ്യപ്പെട്ടു. താൻ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയിലാണെന്നും കഴിയുമെങ്കിൽ തന്നെ സഹായിക്കാനും പറയുന്ന സ്പൂജ് അവളെ വീണ്ടും സ്കാങ്ക് എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. താൻ ഒരു സ്കാങ്ക് അല്ല എന്ന് ദേഷ്യത്തോടെ മറുപടി പറയുന്ന അവളുടെ മാനസിക നില അപ്പോഴേക്കും തെറ്റിയിരുന്നു. അടുത്ത നിമിഷം ആ മെഷീൻ ചാരി വെച്ചിരിക്കുന്ന കസേരയിൽ നിന്നും അവൾ ആ മെഷീൻ തള്ളി അവന്റെ തലയിലേക്ക് മറിച്ചിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജെസ്സി ചാടി എഴുന്നേറ്റ് അത് തടയാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും സ്പൂജിന്റെ തല അതിനടിയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞിരുന്നു. സ്പൂജ് രക്തം വാർന്ന് മരിച്ചു കിടക്കുമ്പോഴും യാതൊരു ഭാവവ്യത്യാസവും കുറ്റബോധവും ഇല്ലാതെ അവൾ അവന്റെ പോക്കറ്റിൽ നിന്നും ബാക്കിയുള്ള മയക്കുമരുന്നെടുത്ത് ഞാനൊരു സ്കാങ്ക് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ആ ഭീകര രംഗം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്ന ജെസ്സി അവർ പിടിച്ചെടുത്ത തന്റെ തോക്ക് പെട്ടെന്ന് കൈക്കലാക്കി. മെഷീൻ താഴെ വീണ ആഘാതത്തിൽ അത് തുറന്നിരുന്നു. അതിൽ നിന്നും പുറത്തേക്ക് വന്ന പണവും അവിടെ ഉണ്ടായിരുന്ന തന്റെ മറ്റ്
സാധനങ്ങളും വേഗത്തിൽ എടുക്കുന്ന ജെസ്സി പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ ഫോണിൽ നിന്നും വിളിച്ചു. പോലീസ് വരുന്നതിനു മുൻപ് തന്റെ വിരലടയാളങ്ങൾ പതിഞ്ഞ എല്ലാം അവൻ തുടച്ചു വൃത്തിയാക്കിയ ശേഷം രക്തം തളം കെട്ടി കിടക്കുന്ന ആ ഭയാനകമായ കാഴ്ച ആ ചെറിയ കുട്ടി കാണാതിരിക്കാൻ ജെസ്സി അവനെ വീടിന്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ അവിടെ ഇരുത്തിയ ശേഷം ഇവിടെ തന്നെ ഇരിക്കണമെന്നും നിന്നെ രക്ഷിക്കാൻ ആളുകൾ ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. പോലീസ് എത്തുന്നതിനു മുൻപ് പോകാനൊരുങ്ങിയ ജെസ്സി അവസാനമായി ആ കുഞ്ഞിനോട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് സങ്കടത്തോടെ പറഞ്ഞ ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു.